നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വളരെ ശ്രദ്ധേയമായൊരു സംഭവം, രാജ്യസഭാ ചെയർമാനെ സ്ഥാനഭ്രഷ്ടനാക്കണം, അദ്ദേഹത്തിൽ അവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ പാർലമെൻ്ററി സിസ്റ്റത്തിലും ജനാധിപത്യത്തിലും അത്യപൂർവമായൊരു സംഭവമാണ്. മുമ്പ് ഇങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്ന് കേൾക്കുന്നു. അപ്പോൾ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ മാറ്റപ്പെടാൻ തരത്തിൽ എന്ത് കുറ്റമാണ് ചെയ്തത്? അദ്ദേഹത്തിൽ അവിശ്വാസം വരാണ്ട തരത്തിലുള്ള എന്ത് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത്? പ്രതിപക്ഷം ഇത് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആക്കി കഴിഞ്ഞ നവംബർ 20 ഇതിനാരംഭിച്ച പാർലമെൻ്ററി നടപടികൾ തുടർച്ചയായി പല കാരണങ്ങൾ പറഞ്ഞ് ബഹളം വെച്ച് തടസ്സപ്പെടുത്തി വരികയാണ്. ഇതിപ്പോൾ ഈ വിഷയമാണ് ഏറ്റവും പുതുതായിട്ട് ശബ്ദകോലാഹലത്തിനിടയാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയവും നൈതികവുമായ വശം എന്താണ്? താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? രാജ്യസഭ നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകണമെന്ന് ജഗദീപ് ധൻഖറിന് ആഗ്രഹമുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം അവിടെ ചെയ്യണമല്ലോ. നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്, നടത്തിക്കൊണ്ടുപോകണം, ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രതിപക്ഷത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഖാർഗെയുടെ മൈക്ക് ഓഫ് ചെയ്തു, ഇങ്ങനെയൊക്കെ പറയുന്ന കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ജനാധിപത്യ വിരുദ്ധമായിട്ട് പെരുമാറുന്നു, പ്രതിപക്ഷത്തിനോട് വേണ്ടത്ര സഹകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ നോട്ടീസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ്. ആത്മാർത്ഥതയില്ല, സത്യസന്ധതയില്ല. എന്താന്ന് വെച്ചാൽ ഇത് അതിൻ്റെ തുടക്കം മുതൽ പറയാം. ഇതിപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് രാജ്യസഭയിലെ കോൺഗ്രസിൻ്റെ MP സയ്യദ് നസീർ ഹുസൈനും ജയറാം രമേശും കൂടി ചേർന്നാണ്. 60 MP ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ PC മോദി എന്നാണ് സെക്രട്ടറി ജനറലിൻ്റെ പേര്. അദ്ദേഹത്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹമാണ് ഇത് സ്വീകരിക്കേണ്ടതുമൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ടതും. അപ്പോൾ കോൺഗ്രസ്, തൃണമൂല്, DMK, SP, AP, RJD, JMM, CPI, CPM ഇതിൻ്റെയൊക്കെ അംഗങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്. പൊതുവെ ഈ ഇന്ത്യ മുന്നണി ഒന്നിച്ചല്ല നിൽക്കുന്നത്. പക്ഷേ ഈ നോട്ടീസിൽ ഒപ്പിടുന്ന ഈ വേഷം കെട്ട് അതിലെല്ലാവരും ഒന്നിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67B അനുസരിച്ചിട്ടാണ് നോട്ടീസ്. ആ ആർട്ടിക്കിൾ അനുസരിച്ചിട്ട് രാജ്യസഭയുടെ അധ്യക്ഷനെ റിമൂവ് ചെയ്യാം എന്നുണ്ട്. പക്ഷെ അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ആ നടപടിക്രമങ്ങളിൽ പ്രധാനപ്പെട്ടത് 14 ദിവസത്തെ സമയം ഈ നോട്ടീസ് സ്വീകരിക്കാനായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ആ 14 ദിവസത്തെ സമയമില്ല ഈ സമ്മേളനകാലത്തില്ല. ഇനി 7 ദിവസമേ ഉള്ളൂ. ഇത് നവംബർ 25-ാം തീയതി തുടങ്ങി, 20-ാം തീയതി, ഡിസംബർ 20-ാം തീയതി ഇത് തീരുകയും ചെയ്യും. അപ്പോൾ 14 ദിവസം കൊടുത്തിട്ടില്ല, ആകെ 7 ദിവസമേ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സമ്മേളന കാലയളവിൽ ഇത് ലാപ്സായി പോകും. സമ്മേളനം തീരുന്നതോടുകൂടി പ്രസക്തിയില്ല. ഇത് അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യം പോലും വരുന്നില്ല. 14 ദിവസം ഇല്ലല്ലോ. അടുത്ത സമ്മേളന കാലത്ത് ഇവർക്ക് ഇതേ ആഗ്രഹം ഉണ്ടെങ്കിൽ പുതുതായിട്ട് വീണ്ടും നോട്ടീസ് കൊടുക്കണം. ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല. അല്ലെങ്കിൽ ഈ നോട്ടീസ് നേരത്തെ തന്നെ കൊടുക്കാമല്ലോ. കാരണം ധൻഖറെ ഇവർക്ക് മുമ്പും ഇഷ്ടമല്ല. ധൻഖറിനെ ഇവിടെ മാത്രമല്ലല്ലോ ഇഷ്ടമല്ലാത്തത്, പശ്ചിമ ബംഗാൾ മുതൽ ഇഷ്ടമല്ലല്ലോ. അദ്ദേഹം പശ്ചിമ ബംഗാൾ ഗവർണറായില്ലേ. അപ്പോൾ തൃണമൂലിന് അവിടം തൊട്ട് തന്നെ ഇഷ്ടമല്ല. പിന്നെ ഈ നോട്ടീസിൽ നേതാക്കളൊന്നും ഒപ്പിട്ടിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഖാർഗെയോ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുണ്ടല്ലോ, മുതിർന്ന നേതാക്കൾ, അവരാരും ഇതിൻ്റെ അകത്ത് ഒപ്പിട്ടിട്ടൊന്നുമില്ല, അവിടെയുള്ള ആളുകൾ. ഇനി ഇത് സ്വീകരിക്കാനായിട്ട് സമയമില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് തീർന്നു. സ്വീകരിച്ചാലും ഭൂരിപക്ഷം ഇല്ല പാസ്സാകാനുള്ള. ഇവർക്ക് ഇന്ത്യ മുന്നണിക്ക് 103 പേരാണ് അവിടെ ഉള്ളത്. ഇതിൻ്റെ കൂടെ കപിൽ സിബലിനെയും കൂടി കൂട്ടാം. കപിൽ സിബൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗം അല്ലല്ലോ. അപ്പോൾ 104 പേര് എന്ന് കൂട്ടാം. കപിൽ സിബലിനെയും കൂടി കൂട്ടിയാൽ അത് ഭൂരിപക്ഷത്തിൻ്റെ താഴെയാണ്. 245 അംഗങ്ങൾ ആണ് ഉള്ളത്. BJPക്ക് 95. BJP സഖ്യത്തിന് ആകെ 118 പ്ലസ് 6 നോമിനേറ്റഡ് അംഗങ്ങളുണ്ട്. അപ്പോൾ 124 ഈ ഭാഗത്ത് ഉണ്ട്. അപ്പോൾ ഈ മറ്റേ ഈ ഇന്ത്യ മുന്നണിക്ക് പാസ്സാകാനുള്ള
സ്കോപ്പും ഇല്ല. പിന്നെ മണിപ്പൂർ, അദാനി ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് ഈ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അദാനി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രാജ്യസഭയിലെ ബിസിനസ് റൂൾസ് 267 അതനുസരിച്ചിട്ടാണ് ഇതൊക്കെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധൻഖർ അങ്ങനെയൊന്നും വഴങ്ങി കൊടുക്കുന്ന ആളല്ല. മാത്രമല്ല ധൻഖർ ഈ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗവർണർ സ്ഥാനത്തിരുന്നപ്പോൾ നമുക്ക് ഇയാൾ എന്തിനാണ് ഇങ്ങനെ മമതയോട് പെരുമാറുന്നതെന്ന് ചില സമയത്തൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അദ്ദേഹം കേരളത്തിൽ വന്ന് തന്നെ തിരുവനന്തപുരത്ത് നടത്തിയൊരു പ്രസംഗത്തിൽ തന്നെ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റിയൊക്കെ നല്ല ഗ്രാഹ്യമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നല്ല വിവരവും ബോധവും ഉപാകതയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അത് BJPക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിട്ട്. നിയമമൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ആദ്യമായിട്ട് ഇത് അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്യാനുള്ള സമയമില്ല. 14 ദിവസത്തെ സമയമില്ല, ഇനി 7 ദിവസം. അപ്പോൾ നോട്ടീസ് ലാപ്സ് ആകുന്നു. അടുത്ത സെഷനിൽ വേറെ കൊടുക്കുകയും വേണം. ഇനി ഈ ഉപരാഷ്ട്രപതിയെ മാറ്റണം എന്നുണ്ടെങ്കിൽ രാജ്യസഭയിൽ മാത്രം തീരുമാനിച്ചാൽ പോരാ. അങ്ങനെയുണ്ട്. ലോക്സഭയിലും കൂടി ഭൂരിപക്ഷം വോട്ട് ചെയ്യണം. അപ്പോൾ ലോക്സഭയും കൂടി സമ്മതിക്കണം ഈ മാറ്റാനായിട്ട്. അങ്ങനെയുണ്ട് നിയമം. അപ്പോൾ ഈ കാര്യം അറിയാൻ പാടില്ലാത്ത ആളുകളല്ലല്ലോ ഇപ്പോൾ ഈ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ജയറാം രമേശിനെ പോലെയുള്ള ഒരു സീനിയർ MP. അവർക്ക് ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് അറിയാം. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ഒരു അവരെ സംബന്ധിച്ചിടത്തോളം, മിയർ സ്പെക്ടേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാഴ്വേലയായി തീരാവുന്ന ഈ സംഭവത്തിൻ്റെ പിന്നാലെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും എന്താണ് ഇങ്ങനെ തുടർച്ചയായിട്ട് നിൽക്കുന്നത്? അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം അത് വളരെ വ്യക്തമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അദാനി വിഷയം കൊണ്ടുവന്നു. BJP അത് സോറോസും സോണിയാഗാന്ധിയായിട്ടുള്ള ബന്ധം വെച്ചിട്ട് ഗംഭീരമായിട്ട് അങ്ങോട്ട് ചേർത്തു. മറ്റു വിഷയങ്ങളൊന്നും അവർക്ക് പറയാനുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ആൻസർ ചെയ്യേണ്ട ചില ചോദ്യങ്ങൾ ഉയരുന്നു. അത് തടയുക. അതിന് അവർക്ക് ഉത്തരമില്ല. ഉത്തരം അവർ പറഞ്ഞിട്ടുമില്ലല്ലോ. ഇപ്പോൾ ഇത്ര പൈസ സോണിയാഗാന്ധിയുടെ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണല്ലോ. അത് കിട്ടിയ പട്ടികയുടെ കൂട്ടത്തിൽ സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ നിന്ന് കിട്ടിയത് ക്രമമായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. ഇത്ര തുക കിട്ടിയിട്ടുണ്ട്. ഉത്തരമില്ലാത്തപ്പോൾ ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നമല്ലല്ലോ ധൻഖറിനെ മാറ്റാൻ സാധ്യമല്ല. അപ്പൊ ഒരു ശൂന്യതയിൽ നിന്ന് സാധ്യമായ ഒരു കാര്യത്തിന് സാധ്യമായ ഒരു പാഴ്വേല. ഇതിന് നമ്മൾ നിഴൽ യുദ്ധം എന്ന് പറയും അല്ലേ? നിഴൽ യുദ്ധം നടത്തിയാൽ നിഴലും ജയിക്കത്തില്ല, യുദ്ധം ചെയ്യുന്നവനും ജയിക്കില്ല അല്ലേ? അതെ. പിന്നെ ഇതിലുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത്, ദേശീയ ചാനലിലൊക്കെ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ മുന്നണി തകരുന്നു എന്നുള്ള കാര്യമാണ്. ഇന്ത്യ മുന്നണിയെ നയിക്കാനായിട്ട് ഈ ഹരിയാന, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞപ്പോൾ കാശ്മീരിൽ കോൺഗ്രസിന്റെ പ്രസക്തി പോയി. രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രസക്തിയില്ല. ഈ ചർച്ച വളരെ സജീവമാണ്. ഇപ്പോൾ RJD ലാലു പ്രസാദും കൂടി പറഞ്ഞു മമതാ ബാനർജിയാണ് നേതാവാകേണ്ടതെന്ന്. ഇനി സ്റ്റാലിനൂടെ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഈ മറ്റേ ജഗൻമോഹൻ റെഡ്ഡി ഒരു മുന്നണിയിലും ഇല്ല. പക്ഷെ കോൺഗ്രസ് മാറിയിട്ട് മമതയാണ് വരുന്നതെങ്കിൽ ഞാനും ആ മുന്നണിയുടെ ഭാഗമാകാം എന്ന് ജഗൻമോഹൻ റെഡ്ഡിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ ആളെയും കൂടി കിട്ടും, പ്രൊവൈഡഡ് ഈ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധി എടുത്ത് കളയണം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഘടകകക്ഷികൾ അവിശ്വാസം കൊണ്ടുവരുന്നു എന്നുള്ളതല്ലേ ഇതിനകത്താണ് വാസ്തവം. ആ വിശ്വാസം വളരെ സജീവമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചൊലച്ചിരിക്കുമ്പോൾ നടക്കാത്തൊരു അവിശ്വാസം കൊണ്ടുവന്ന് പോരാടാൻ ശ്രമിക്കുന്നു, മറയ്ക്കുന്നു. അപ്പൊ ഇതൊരു രാഷ്ട്രീയ കൗശലമാണ്. രാഷ്ട്രീയ കൗശലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് പൊളിഞ്ഞു പോകുന്ന കൗശലമായിപ്പോയി, ബുദ്ധിയില്ലാത്ത കൗശലമായിപ്പോയി. അപ്പല്ലേ ഈ അതിനകത്ത് സഫർ ചെയ്യുന്നത് പബ്ലിക് മണി, വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ പാർലമെൻ്ററി നടപടി അർത്ഥവത്തായ, പ്രത്യേകിച്ചും രാജ്യസഭ പോലെ വളരെ സീനിയേഴ്സും സ്കോളേഴ്സും ഒക്കെ ഇരിക്കുന്ന ഒരു സഭയിൽ ഈ തരം എല്ലാ വിഷയങ്ങൾ കൊണ്ടുവന്ന് ബഹളം ഉണ്ടാക്കി അതിനെ തടസ്സപ്പെടുത്തി നിർത്തുക വഴി എത്ര വിലപ്പെട്ട സമയമാണ് പോകുന്നത്. ഈ പറഞ്ഞ പോലെ രാജ്യസഭയുടെ ആ ഉന്നതമായ ഒരു
പ്രതിച്ഛായയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതെ സീനിയർ മെമ്പേഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞ് പല മേഖലകളിൽ നിന്ന് ഉള്ള വലിയ ആളുകളെയൊക്കെ വെച്ചിട്ടാണ് ഈ രാജ്യസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതിനെയൊക്കെ വെറുതെ ഈ പാഴ്വേല ഉണ്ടാക്കുകയാണ്. അതിനെയൊക്കെ ഇടിച്ച് താഴ്ത്തുന്ന വിധത്തിലാണ് കോൺഗ്രസിന്റെ ശരിക്കും ജനാധിപത്യം പോലും അല്ലേ ഇത്? അല്ല, ഇതൊരു വേസ്റ്റാണ് സത്യത്തിൽ. ഇത് ഭയങ്കരമായ ഒരു ദേശീയ നഷ്ടം ആണ് ഉണ്ടാക്കുന്നത്. ഇത് തിരിച്ചറിയപ്പെടാത്തത് എന്താണ്? പ്രതിപക്ഷ കക്ഷികൾ തിരിച്ചറിയപ്പെടാത്തത് എന്താണ്? അതിനെ നയിക്കുന്ന കക്ഷികൾക്ക് ഇതൊക്കെ അറിയാത്തതാണോ? അല്ല, ഇതിനു മുമ്പും ഇവര് നടക്കില്ല എന്നും പറഞ്ഞിട്ട് ആ കൊടുക്കുന്നിൽ സുരേഷിനെ കൊണ്ടുവന്നിട്ടേ സ്പീക്കറാക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തിയില്ലേ? നടക്കാത്ത വേലയാണെന്ന് അറിയാം. എന്നിട്ട് ഈ നടക്കാത്ത വേല കൊണ്ടുവന്നിട്ട് പട്ടികജാതിക്കാർക്കെതിരെയാണ് BJP എന്ന് പറയാൻ ശ്രമിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ അതെ, അന്ന് മറ്റേ നോമിനേഷനും ഒക്കെ കൊടുത്തല്ലോ. അത്തരം പാഴ്വേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവര്. രാഷ്ട്രീയമല്ല കളിക്കുന്നത്. അല്ല, ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ട് ഒരു ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ഒരു ലേഡി ഇരിക്കെ ഇവർക്ക് ഇത് പട്ടികജാതിക്കാരോടുള്ള വിവേചനമാണ്. OBC-യിൽ നിന്നല്ലേ പ്രധാനമന്ത്രി? അതെ. അപ്പോൾ അത്തരം ആരോപണങ്ങൾ ആരും മുഖവിലേക്ക് എടുക്കില്ല. ഇന്ന് കിരൺ റിജിജു ഇതിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു ഈ ബഹളത്തിന്റെ ഇടയ്ക്ക്. അപ്പോഴ അദ്ദേഹം ചോദിച്ചു, ഒരു കർഷകന്റെ മകനാണ് ധൻകർ, അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് എന്താ വിരോധം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് ധൻകർ അല്ല വിഷയം. ഇത് വിഷയമില്ല എന്നുള്ളതാണ് വിഷയമില്ലായ്മയും സമയം കളയണം. ഇത് സത്യത്തിൽ അവർക്കെതിരെ വരാവുന്ന ചോദ്യ മുനകളിലെയൊക്കെ തടയണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സോറോസ് വിഷയമൊക്കെ ഗംഭീരമായിട്ട് വരുന്നുണ്ട്, ഉയർത്തി. ആ സുധാംശു ചതുർവേദി അങ്ങനെ MP രണ്ടുപേരാണല്ലോ ഇത് കൊണ്ടുവന്നത്. അത് ശരിയാ. പിന്നെ ഈ ഏഷ്യ പസഫിക് സോണിയാഗാന്ധി സഹാധ്യക്ഷയായ ഒരു സമിതി ഉണ്ടല്ലോ, ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഓഫ് ഏഷ്യ പസഫിക്. അതിന് പൈസ കൊടുക്കുന്നത് ജോർജ് സോറോസാണ്. അപ്പോൾ ആ ജീവന്ത് ഫൗണ്ടേഷനും കൊടുക്കുന്നുണ്ട്. അതിന് ആ ആരോപണം BJP ഉന്നയിച്ചിരിക്കെ അതിന് മറുപടി പറയാൻ ഇതുവരെ അവർ ഉദ്ദേശിച്ചിട്ടില്ല. അത്തരം ആവശ്യം വരും. പിന്നെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ഉത്തരം പറയേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനൊക്കെ മതിയായ ഉത്തരം നൽകാൻ പറ്റാത്തതുകൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സർക്കസാണിത്. അതെ, സർക്കസ് മാത്രമാണ്, ആവനാഴിയിൽ അമ്പില്ല. അതാണ് ഈ ഉപരാഷ്ട്രപതിക്കെതിരായിട്ടുള്ള നീക്കത്തിൻ്റെ പിന്നിൽ. അതാണ് അതിൻ്റെ പൊളിറ്റിക്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.